السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم إياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فإنهم يومئذ في العذاب مشتركون. സൂറത്ത് സാഫാത്ത് 33-ാമത്തെ വചനം. അല്ലാഹു തആല പരലോകത്തെ സത്യനിഷേധികളെ, മുശ്രിക്കീങ്ങളെ, മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചിരുന്നവരെ, എല്ലാവിധ കുറ്റവാളികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോടായി പറയുന്ന അള്ളാഹുവിൻ്റെ ചോദ്യങ്ങളും അതിന് മറുപടികളും, അതേപോലെ തന്നെ പരസ്പരം വഴി വിവരിച്ചതായ പണ്ഡിത ഭൂതിരന്മാർ ഉള്ള അവരെപ്പറ്റിയുള്ള സങ്കടം അള്ളാഹുവിനോട് പറയലും, അങ്ങനെ പരസ്പര ആക്ഷേപങ്ങളും ഒക്കെ ശേഷം ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു കണ്ണിൽ കാണാവുന്ന രൂപത്തിലൂടെ ആയത്തുകളിലൂടെ വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, ഫഇന്നഹും അവരൊക്കെ തന്നെ, ക്ഷമായും അവരൊക്കെ തന്നെ, യൗമിദിൻ അന്നത്തെ ദിവസം, ഫിൽ അദാബി ശിക്ഷയിൽ, മുഷ്തരികൂൻ പങ്കാളികളായിരിക്കും. അതായത് ആരൊക്കെയാണോ പിശാചടക്കമുള്ള അസത്യത്തിലേക്ക്, ദുർമാർഗത്തിലേക്ക് മാർഗദർശനം നൽകിയ, ഉപദേശങ്ങൾ നൽകിയ പണ്ഡിത പുരോഹിതന്മാരടക്കമുള്ള ആളുകൾ ഒക്കെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരുമിച്ച് കൊടുപ്പെടുകയും അവരൊക്കെ തന്നെ അവരുടെ ശിക്ഷയിൽ പങ്കാളികളുമായിരിക്കും എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലും അറിയിക്കുന്നത്. ഇന്നാ നിശ്ചയമായ നാം കദാലിക അപ്രകാരം നഫ്അലു ബിൽ മുജ്രിമീൻ കുറ്റവാളികളെ കൊണ്ട് അപ്രകാരമാണ് ചെയ്യുക. ഇന്നഹും നിശ്ചയമായും അവർ ഖാനു ആയിരുന്നു, ഇദാ ഖീലഹും അവരോട് പറയപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അല്ലാതെ ആരാധനക്കാരനായി മറ്റാരുമില്ല എന്ന് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ അവർ അഹംഭാവം നടിക്കുന്നവരായിരുന്നു എന്ന് ആണ് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആകത്തുക അവരെ നരകത്തിലിടാനുള്ള പ്രധാന കാരണം പെട്ട ഒരു കാരണമാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അഹംഭാവികളായിരുന്നു, അത് സ്വീകരിച്ചിരുന്നില്ല. അള്ളാഹു അല്ലാതെ ആരാധനക്കാരനായി മറ്റാരുമില്ല, ആരാധനകളിൽപ്പെട്ട എല്ലാം അള്ളാഹുവിന് മാത്രമാണ് അർപ്പിക്കേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്തിരുന്നു, ആരാധനകൾ അള്ളാഹുവിന് അർപ്പിച്ചിരുന്നു, അതേപോലെ തന്നെ അള്ളാഹു വഴിയുള്ളവർക്ക് അർപ്പിച്ചിരുന്നു. ആ കാലഘട്ടത്തിലാണല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ജനങ്ങളെ അള്ളാഹു അല്ലാതെ ആരാധനക്കാരനായി മറ്റാരുമില്ല, നിങ്ങൾക്ക് വിജയം വരിക്കാം എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത്. ആ സന്ദർഭത്തിൽ അധികം ആളുകളും എന്ത് ചെയ്തില്ല, സ്വീകരിക്കില്ല, അഹംഭാവം നടിച്ചു. ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നെന്ത് ചെയ്തില്ല, അവർ അംഗീകരിച്ചില്ല. അല്ലാലിഹത്ത് ഇലാഹും വാഹിദ ഇൻഹാദാ ഷൈഉൻ അജാബ്, എല്ലാ ആരാധ്യന്മാരും കൂടി ഇന്ന് ഒറ്റ ആരാധനയാക്കിയിരിക്കുകയാണോ, ഇത് അത്ഭുതകരമായ കാര്യമാകുന്നു എന്ന്. മറ്റൊരു കൂട്ടർ പറഞ്ഞു, ഹൗലാ ശുഫാന ഇൻദല്ലാഹ്, ഇക്കൂട്ടൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്ക് ശുപാർശക്കാരാകുന്നു. ഇങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അവർക്കും എന്ത് ചെയ്യുന്നു, അള്ളാഹുവിന് ആരാധന അർപ്പിക്കുന്ന പോലെ, നേർച്ചകൾ അർപ്പിക്കുന്ന പോലെ, അതായത് അള്ളാഹുവിനോട് സങ്കടം പറയുന്ന പോലെ വൈബിയായിട്ടുള്ള പ്രാർത്ഥനകൾ, സഹായപ്പെടുത്തങ്ങൾ, പാപമോചന തേടങ്ങളൊക്കെ തന്നെ അള്ളാഹു ഒഴിയുള്ളവരോടും അവർ ചെയ്തിരുന്നു. അവർക്ക് ആരാധനകളാകുന്നു, ആരാധനക്കാരൻ അള്ളാഹു മാത്രമാകുന്നു എന്നുള്ള പ്രഖ്യാപനമായും കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതെന്ത് ചെയ്യുന്നു,
ആ സത്യനിഷേധികളായ ആളുകൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ തള്ളുകയായിരുന്നു. അതേപോലെ തന്നെ അവർ തള്ളിയ മറ്റൊരു കാരണമാണ് മരണാനന്തര ജീവിതം, പരലോക ജീവിതം. അവിടുത്തെ ഒഴിഞ്ഞേൽപ്പിക്കും മണ്ണും എല്ലുകളും കല്ലുമുളുമായി കഴിഞ്ഞാൽ എല്ലും അതേപോലത്തെ മണ്ണുമായി കഴിഞ്ഞാൽ വീണ്ടും വീഴ്ചയിൽപ്പെടുക, പൂർവികന്മാരെ ആളുകൾ വീഴ്ചയിൽപ്പെടുക. ഇതൊക്കെ പൂർവികന്മാരായ ഞങ്ങളിൽ കേൾക്കാത്ത കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപത്തോടുകൂടി സെഹറാണ്, മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്വഭാവ സമയെ തള്ളിയും അഹംഭാവം താൽ അവരെന്ത് ചെയ്ത് അത്തരം കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. അതാണ് ഇതിനൊക്കെ പ്രധാന കാരണം എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിൽ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെന്ത് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. നമ്മൾ സ്വന്തക്കാരായ ബന്ധക്കാരായ ആളുകൾ എന്ത് ചെയ്യുന്നു, പണ്ഡിത പുരോഹിതന്മാരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന കസീറൻ മിനൽ അഹ്ബാർ റുഹ്ബാൻ ലയകുലൂന അംവാൽ നാസ് ബിൽ ബാത്തിൽ ലിയസുദ്ദൂ അൻ സബീലില്ലാഹ് എന്നുള്ള ആയത്ത് ശരിയാകുന്നത് നമുക്ക് കാണാം. ധാരാളം പണ്ഡിത പുരോഹിതന്മാർ ക്രിസ്തീയ എന്ത് ചെയ്യുന്നു, മുമ്പ് ഒരു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച കാലഘട്ടത്തിലുണ്ടായിരുന്ന ജൂത ക്രിസ്ത്യാനികളെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും എന്ത് ചെയ്യുന്നു, ജനങ്ങളെ അന്യായ മാർഗത്തിലൂടെ അവരെ സമ്പത്ത് തിന്നുകയും യഥാർത്ഥ മാർഗത്തിൽ തെറ്റിച്ച് കളയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പണ്ഡിതന്മാർ വീണ്ടും വരും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള സൂചനയാണ് അല്ലാഹു തആല ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. മാത്രവുമല്ല ഞങ്ങൾ പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റി അവർ ഞങ്ങൾ വഴിപിച്ചു എന്നുകൂടെ ആ ചർച്ചകളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യം നമ്മൾ ഓർക്കുക, പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റാതിരിക്കുക. അതായത് പണ്ഡിത പുരോഹിതന്മാരെന്ത് ചെയ്യുന്നു, ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കുന്നു, ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കുന്നു, ഫത്വകൾ ഇറക്കുന്നു. സമസ്തക്കാർ ഫത്വകൾ ഇറക്കിയല്ലോ. കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നതും ഇപ്പോൾ ചെയ്തു വരുന്നതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 31ഓളം കാര്യങ്ങൾ എന്ത് ചെയ്തു, എഴുതിയുണ്ടാക്കി. അതിൽപ്പെട്ട ഒരു കാര്യം മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കുക. അത് ഇസ്തിഹാസ ആണ് അതിനെ പേരിട്ടിരിക്കുന്നത് അവർ. അതിങ്ങനെ അതേപോലെ ധാരാളം അനാചാരങ്ങൾ എന്ത് ചെയ്തു, കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നത് ഇപ്പോൾ ചെയ്തു വരുന്നു മഴ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതെന്താവുന്നു, മതാനുഷ്ഠാനങ്ങളാകുന്നു. അത് ശിർക്കാണെന്നോ ബിദഅത്താണെന്നോ പറയുന്നവർ എന്തല്ല സുന്നികളല്ല എന്ന് പറയാൻ മുസ്ലിങ്ങളല്ല. അത് ഇമാമത്തിന് പറ്റൂല, ഖാസിസ്ഥാനത്ത് പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫത്വകൾ എഴുതിയിട്ടുണ്ടായ ഖുർആൻ ഹദീസ് അത് തെളിവുമില്ലാതെ ആയിരുന്നു അത്തരത്തിലുള്ള ഫത്വകൾ എഴുതിയുണ്ടാക്കിയത്. അങ്ങനെ ആ ഫത്വകളുടെ പിന്നാലെയാണ് അവർ അന്നും ഇന്നും അത് അവർ 6 സമ്മേളനത്തിലും 50 സമ്മേളനത്തിനും 70 സമ്മേളനം ആവർത്തിച്ച് എതിർപ്പില്ലാതെ പാസ്സാക്കി. അത് അപ്പോൾ അവരുടെ പ്രമേയം അതിനെ സത്യപ്പെടുത്തുന്ന രൂപത്തിലൂടെ ഖുർആനും ഹദീസും എന്ത് ചെയ്യുന്നു, അവർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ഖുർആനിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ നമുക്ക് എന്ത് ചെയ്തത്, പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റാൻ പാടില്ല. പിൻപറ്റേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പ്രവാചകന്മാരാണ്. ഫത്തഖുല്ലാഹ വഅതിഊനി. ഏത് കാലഘട്ടത്തിലും ഏത് പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞു ഫത്തഖുല്ലാഹ്, അള്ളാഹ് സൂക്ഷിക്കുക, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കുക, എന്നിട്ടോ എന്നെ പിൻപറ്റുക, അത് പ്രവാചകനെ പിൻപറ്റുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അക്കാര്യം നമ്മൾ ഓർക്കുക. നമ്മളെന്ത് ചെയ്യണം, പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതിന് അത് കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. ഓരോ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കേണ്ടത് ഇൽമ് ആവശ്യമാണ്. നേരെ മറിച്ച് പൂർവികന്മാർ ആപ്പാപ്പമാർ പിൻപറ്റി പോരുക, അല്ലെങ്കിൽ പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റി പോരാൻ നമുക്ക് ബുദ്ധിയൊന്നും വേണ്ട. അവർ ചെയ്യുന്ന മാതിരി ചെയ്യുക, അവരുടെ ഫത്വകൾ ചോദിക്കുക, അത് പറയാൻ ചെയ്യുക. ഫത്വകൾ ചോദിക്കുന്നത് വിരോധമല്ല. ഫത്വ എന്തായിരിക്കണം, അള്ളാഹുവിൻ്റെ ഫത്വ ആയിരിക്കണം, പ്രവാചകൻ്റെ ഫത്വ തെളിവുകളോടി ആയിരിക്കണം. ഖുർആനോ ഹദീസോ തെളിവായിരിക്കണം. കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ എന്തിനായിരിക്കണം, നബി സ്വല്ലല്ലാഹു അലൈഹി ചെറിയ നബി സാഹിബത്തെ ചോദിച്ച് മാർഗത്തിലുണ്ടോ എന്ന് പരിശോധിച്ചിട്ടായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. അല്ലാത്ത ഫത്വകൾ, വെറും ഫത്വകൾ, ഇങ്ങനെയുള്ള പ്രമാണമില്ലാത്ത ഫത്വകൾ നമ്മൾ സ്വീകരിച്ചുകൂടാ, വഴിതെറ്റിപ്പോകും. അപ്പോൾ എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. 2 ഹദീസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണമായ തഫ്സീറും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറബിയിലാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവുപോലെ താല്പര്യമുള്ളത് നോക്കുക. സാറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, സിയാറത്ത് ചെയ്തു ഖബറ ഉമ്മിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാൻ്റെ ഖബർ. ബക, എന്നിട്ട് കരയുകയുണ്ടായി. വബക മൻ ഹൗലഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുമുള്ളവരും കരഞ്ഞു. ഫഖാല, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇസ്തഅ്ദൻതു റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് സമ്മതം ചോദിച്ചു, ഫീ അൻ
ഫി അനസ്താഗ്ഫിറ ലഹാ, എൻ്റെ അവർക്ക് വേണ്ടി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പാപമോചനം തരുവാൻ ഞാൻ എന്ത് ചെയ്തു? സമ്മതം ചോദിച്ചു. ഫലം യൂദൻ ലീ, എനിക്ക് സമ്മതം തന്നില്ല. വസ്തഅ്ദൻതുഹു ഫി അൻ അസൂറ ഖബറഹ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഉമ്മാൻ്റെ ഖബർ, അവളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ സമ്മതം ചോദിച്ചു. ഫഅദിന ലീ, അപ്പോൾ എനിക്ക് സമ്മതം ചെന്നു. ഫസൂറു, നിങ്ങൾ എന്ത് ചെയ്യുക? ഖുബൂറ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഖബറുകൾ സിയാറത്ത് ചെയ്യുക. ഫൈൻഹാ തുദ്കിറുൽ മൗത്ത്, അതെന്താവുന്നു? മരണത്തെ അത് ഓർമ്മിപ്പിക്കും. റവാഹു മുസ്ലിം. മറ്റൊരു ഹദീസ് അനസ് മാലിക് റളിയല്ലാഹു അൻഹു കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ, മുമ്പ് ഞാൻ എന്ത് ചെയ്തിരുന്നു? നിങ്ങൾക്ക് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. അലാ, അറിഞ്ഞേക്കുക. ഫസൂർഹ, ഇപ്പോൾ എന്ത് ചെയ്യുക? ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് ഖബർ സിയാറത്ത് എന്ത് വിരോധിച്ചിരുന്നു. കാരണം എന്താണ്? ഖബറുകളിൽ പോയി സങ്കടം പറയും, പാപമോചനം, രക്ഷ ചോദിക്കും, നേർച്ചകൾ അർപ്പിക്കും. ഇപ്പം നമ്മൾ ജാറങ്ങളിലൊക്കെ ചെയ്യുന്ന മാതിരിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്യും. അതെന്താണ്? ശിർക്കും ബിദഅത്തുമാണല്ലോ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങൾ ഖബറിനടുത്തേക്ക് പോയേ വേണ്ട. കുന്തു, ഞാൻ എന്ത് ചെയ്തു? നഹൈതുക്കും, നിങ്ങൾ വിരോധിച്ചിരുന്നു അൻ സിയാറത്തുൽ ഖുബൂർ എന്ന് ഇസ്ലാമിൻ്റെ ആരംഭകാലത്തിൽ. അങ്ങനെ ഇസ്ലാം എന്താണ് വ്യക്തമായതിനു ശേഷം വിശദീകരണത്തിൽ പറയുന്നു, വിശദീകരണം മുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്തു? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ആ നിയമത്തെ എന്ത് ചെയ്തു? നസ്ഖ് ചെയ്തു. അത് നസ്ഖ് ചെയ്തു, ഇല്ലാതാക്കി ഇട്ട് മറ്റൊരു നിയമം കൊണ്ടുവന്നു. അങ്ങനെ വിരോധിച്ച കാര്യം എന്ത് ചെയ്തു? ഹലാലാക്കി. ഇപ്പോൾ അല അറിഞ്ഞേക്കുക. ഫസൂർഹ, ഇപ്പോൾ നിങ്ങൾ അത് ഖബർ സിയാറത്ത് ചെയ്യുക. ഫഇന്നഹ, നിശ്ചയമായി അത് തുറഖുൽ ഖൽബ. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിൽ വരുന്നുണ്ട്. തുദിമുൽ ഐൻ, കണ്ണിൽ നീർ ഒലിപ്പിക്കും. തുദിക്കുൽ ആഖിറ, പരലോകത്തെ ചിന്തിക്കും. വലാ തഖൂലു ഹുജ്റൻ, ഹുജ്ർ നിങ്ങൾ പറയും ചെയ്യരുത്. അപ്പോൾ രണ്ട് പദം ഉണ്ട് ഇവിടെ. ഒന്ന് തുറിഖുൽ ഖൽബ, ഒന്ന് ഹുജ്ർ. ഈ രണ്ട് വാക്യത്തെ വിശദീകരണമായി നൽകിയിട്ടുണ്ട്. അതായത് തുറുഖുൽ ഖൽബിന് വിനയമുണ്ടാക്കുക, വിശദീകരണത്തിൽ നൽകിയിട്ടുണ്ട്. അറബിയിൽ വിശദീകരണം മുകളിലുണ്ട്. അതേപോലെ തന്നെ ഖുശൂ, ഭയഭക്തി ഉണ്ടാക്കുക, ഒരു പദമാണ് കേട്ടോ. തുറിഖുൽ ഖൽബ, ഖൽബിന് എന്ത് ചെയ്യുക? തുറുഖ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഖുശൂ ഉണ്ടാക്കുക, ഭയഭക്തി ഉണ്ടാക്കുക, പിന്നെ ഹുദൂ ഉണ്ടാക്കുക, വിനയം ഉണ്ടാക്കുക എന്നുള്ളതാണ് വിശദീകരണം നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വിനയം ഖൽബിന് എന്ത് ചെയ്യുന്നു? നമുക്ക് ഖുശൂ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഖബർ സിയാറത്ത് ചെയ്യണം. മാത്രമല്ല കണ്ണീർ നമുക്കും ഇങ്ങനെ അവസരം വരാനുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ണീർ ഒഴിക്കും. അതേപോലെ തന്നെ ഒതുക്കുർ ആഖിറ, പരലോകത്തെ ചിന്തിപ്പിക്കും, മരണാനന്തര ജീവിതത്തെ ചിന്തിപ്പിക്കും. പിന്നെ അതോടുകൂടി എന്ത് വേണം? വലാ തഖൂലു ഹുജ്റൻ, ഹുജ്ർ പറയരുത് എന്ന് പറഞ്ഞാൽ ഖബീഹ, ചീത്ത വർത്തമാനം ശരി നൽകിയിട്ടുണ്ട്. ചീത്തും വർത്തമാനങ്ങൾ പറയരുത്, ഫാഹിഷതായ വർത്തമാനങ്ങൾ പറയേണ്ടത് എന്നുകൂടി എന്ത് ചെയ്യുന്നു? ഖബറിൽ വെച്ചിട്ട് നമ്മളെ മരിച്ച ആളുകളെ സംബന്ധിച്ചോ, അവർ വീട്ടിൽ പോയിട്ടോ, അപ്പം മരണ സമയത്തോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഖബറിൽ ഉള്ളവരെ സംബന്ധിച്ചോ ചീത്ത വർത്തമാനങ്ങളൊന്നും പറയരുത്. അവൻ അങ്ങനത്തെ മോശക്കാരൻ, ഇങ്ങനത്തെ മോശക്കാരനായിരുന്നു എന്നുള്ള വർത്തമാനങ്ങളൊന്നും ദൈവം പറയാറില്ല. മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആട്ടെ പറയാൻ പാടില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹദീസ് എന്ത് ചെയ്യും? മുശ്രിക്കുകളെ ഖബർ സിയാറത്ത് പോലും നമുക്ക് അനുവദനീയമാണ് എന്നുകൂടി എന്ത് ചെയ്യുന്നു? ഈ ഹദീസുകളുടെ മുകളിൽ ആദ്യം വായിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു ഈ വാപ്പിയൊക്കെ തന്നെ. അപ്പോൾ അവരൊക്കെ എന്താവുന്നു? അവരൊക്കെ മുശ്രിക്കുകളാണ് എന്നാണ് ഈ ഹദീസുകളോട് നമുക്ക് അല്ലാഹു തആല നൽകുന്ന സന്ദേശങ്ങൾ. കാരണം എന്താണ്? മുശ്രിക്കുകൾ മുശ്രിക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മാക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി സമ്മതം ചോദിച്ചു കൊടുക്കാതിരുന്നത്. കാര്യം സമസ്തക്കാരോട് പറഞ്ഞാൽ അവരെ എനിക്ക് നമ്മൾ ചാടും. അവരെന്ത് ചെയ്യുന്നു? ആമിന എന്ന് പറയും, അല്ലാഹു അൻഹ എന്ന് അവരെ പറയാറുള്ളത്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താവുന്നു? ഇസ്ലാം മതം വരുന്നതിന് മുമ്പ് അവർ മരിച്ചുപോയി. അക്കാര്യം ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിലാണല്ലോ നുബുവത്ത് കിട്ടിയിരിക്കുന്നത്. അതിന് മുമ്പേ മരിച്ചുപോയല്ലോ, ഉമ്മയും വാപ്പയും മരിച്ചുപോയി. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്രകാരം നിൽക്കുക. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എൻ്റെ വാപ്പ എവിടെയാണ്? ജാഹിലിയ കാലം മരിച്ചുപോയതാണ്, അത് നരകത്തിലാണ് എന്ന് പറഞ്ഞു. അവൻ കരഞ്ഞു പിരിച്ചു പോയപ്പോൾ ഇങ്ങോട്ട് വാ,
അബി അബൂ ഫിന്നാർ, എൻ്റെ വാപ്പി നരകത്തിലാണ് എന്ന് പറഞ്ഞ് അവൻ ആശ്വസിപ്പിക്കുകയായിരുന്നു. അതെന്താണ്? അള്ളാഹു താല ഉദ്ദേശിക്കുന്നവരെ നരകത്തിലാക്കുന്നു, സ്വർഗത്തിലാക്കുന്നു. അതൊക്കെ അള്ളാഹുവിൻ്റെ അതിന് വിധി വിലക്ക് നമുക്കറിയാമല്ല. മുത്താപ്പാനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണ സമയത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂ താലിബ് ചെല്ലുന്നില്ല. അബൂജഹലും അപ്പുറത്ത് മറ്റൊരാളുണ്ട്. അവൻ്റെ ഉമ്മ പാപ്പാന്മാർക്ക് പൂർവ്വ അപ്പാപ്പാമാരുടെ മാർഗത്തിൽ അബ്ദുൽ മാർഗത്തിൽ നിന്ന് ചൊല്ലിക്കൊടുക്കുന്നു. അതും ചൊല്ലും കൊണ്ടാണ് മരിച്ചത്. ആ മരിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്തിരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൂത്താപ്പ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, ചൊല്ലുന്നില്ല. മാറി ചൊല്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനമായി ഇദ്ദേഹം ഉരുവിട്ടത് അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് മരിക്കേണ്ടത്. ആ കാര്യം അങ്ങനെ സങ്കടപ്പെടുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അള്ളാഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹു യഹ്ദീ മൻ യശാ എന്നൊരായത്ത് അവതരിപ്പിച്ച് എന്ത് ചെയ്യുന്നു? സമാധാനപ്പെടുത്തുകയാണ്. പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ താങ്കൾക്ക് എന്തല്ല സന്മാർഗത്തിലാക്കാൻ സാധ്യമല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സന്മാർഗത്തിലാക്കും എന്ന കാര്യമാണ് അവിടെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചത്. അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. മുശ്രിക്കുകൾക്ക് വേണ്ടിയിട്ട് പാപമൊന്നും തേടാൻ പാടില്ല. അത്ര ഗൗരവമായ പാപമാണ് മുശ്രിക്ക്. ശിർക്കോടുകൂടി മരണപ്പെട്ടാതെ നമ്മളിന്ന് സൂക്ഷിക്കണം. നമ്മളെ സ്വന്തക്കാർ, ബന്ധുക്കാർ, ആളുകൾക്കൊക്കെ തന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശിർക്കിൽ നിന്ന് വിട്ടാകുന്നുകൊണ്ട് തൗഹീദോട് ജീവിച്ച്, തൗഹീദോട് മരിച്ച്, അതേപോലെ തന്നെ ബിദ്അത്തിൽ വിട്ടുന്നുകൊണ്ട് സുന്നത്ത് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കുന്ന സത്യവിശ്വാസികൾ കൂടുതൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്. ഞങ്ങൾ വളരെയധികം പാപം ചെയ്തു പോയിട്ട് പഠിച്ച തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൂർത്തിയാക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, ഞെരുക്കങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് പഠിച്ച തമ്പുരാനെ. എല്ലാം നീ നീക്കി തരണമേ തമ്പുരാനെ. നിന്നോടല്ല ഞങ്ങൾക്ക് മറ്റൊരാളും ദുആ ചെയ്യുവാനില്ല. ഞങ്ങൾ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നവരല്ല, നബിയോട് സങ്കടം ചോദിക്കുന്നവരല്ല. എല്ലാം എല്ലാ സാഹിബത്ത് നിന്നോട് നടത്തുന്നവരാണ്. അതുകൊണ്ട് പഠിച്ച തമ്പുരാനെ, ഞങ്ങളിതാ വിനയത്തിൽ നിന്നോട് ചോദിക്കുന്നു. ഞങ്ങൾ പാപങ്ങളെല്ലാം നീ പൂർത്തിയാക്കണമേ. അതേപോലെ ഞങ്ങളിൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ കൂട്ടത്തിൽ രോഗികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വീടുകളും ആശുപത്രികളുമായി പലരും വസീയത്ത് ചെയ്തിട്ടുണ്ട്, പലരും വസീയത്ത് ചെയ്തിട്ടുമില്ല. ഞങ്ങൾക്കും അതേപോലെ തന്നെ പല പ്രതിബന്ധങ്ങളും പ്രശ്നമൊക്കെ ഉണ്ട് ഈ ക്ലാസ്സിൽ വരുന്നതിനൊക്കെ തന്നെ. അതുകൊണ്ട് അവർക്കും ഞങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണമേ. പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ അകറ്റി തരണമേ തമ്പുരാനെ. വിശുദ്ധ ഖുർആൻ പഠിച്ചറിയുവാനും ഹദീസുകൾ പഠിച്ചറിയുവാനും ഉള്ള ഈ ക്ലാസ് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായചരണങ്ങളും നീ ഞങ്ങൾക്ക് നൽകണമേ. ആയുഷ്മാരേക്ക് നൽകണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.